പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ഈ ബലിയിൽ ഭക്തിയോടെ പങ്കുചേരാം. സഭയിലൂടെ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. കൂദാശകളിലൂടെ നമുക്ക് ദൈവ മക്കൾക്കടുത്തുള്ള പദവി നൽകുകയാണ്. നമ്മളെ മക്കളായതുകൊണ്ടാണ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മളെന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചാൽ, തമാശക്കാണെങ്കിലും അപ്പനമ്മമാർ അവർക്കൊരു സങ്കടം ഉണ്ടാവും. നീ പൊക്കോ, നീ എൻ്റെ മകനല്ല, നീ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല എന്ന് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. ഒരു കുഞ്ഞനുസരണക്കേട് പോലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. കാരണം ഇനി വളരെ അധികം ദിവസങ്ങളില്ല. കർത്താവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാന തിരുനാളുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് നമുക്ക് ഒരുങ്ങാം. ആ പദവി നമുക്ക് നഷ്ടപ്പെടുത്താതെ നിലനിർത്താം. ദൈവമക്കൾ എന്ന പദവി ഒരപ്പനോട് മക്കൾ വിധേയപ്പെട്ട് നിൽക്കുന്നത് പോലെ ഭയഭക്തി ആദരവോടെ ഈശോയുടെ കുരിശിലെ ബലിയുടെ ഈ അനുസ്മരണം നമുക്ക് കൊണ്ടാടാം. ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കാം. അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന പല വിചാരം, അശ്രദ്ധ, പാപങ്ങൾ, സ്നേഹത്തിനെതിരായ തിന്മകൾ, ഇതെല്ലാം നമുക്ക് ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് കരുണയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പ്രായശ്ചിത്തം വഴി തെറ്റുതിരുത്തിയവരും സൽപ്രവർത്തികളിൽ പരിശീലനം നേടിയവരുമായ അങ്ങേ ദാസരെ, അങ്ങേ കൽപ്പനകളിൽ ആത്മാർത്ഥമായി നിലനിൽക്കുന്നവരും പെസഹ ആഘോഷങ്ങളിൽ എത്തിച്ചേരുന്നവരും ആക്കി തീർക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുഷ്ഷാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങു തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്വേഷത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാനിടവരുത്തുന്നതെന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു. അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി. കർത്താവേ,
കർത്താവേ, അവിടുന്ന് അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. എന്നെ ഓർക്കണമേ. ഈജിപ്തിൽ വെച്ച് വൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിന്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5 വാക്യങ്ങൾ 31 മുതൽ 47 വരെ. അക്കാലത്ത് യേശു യഹൂദന്മാരോട് അരുളി ചെയ്തു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാനിതെല്ലാം പറയുന്നത്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അയച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ആമേൻ.
ഈശോയിൽ സ്നേഹമുള്ളവരെ, ബെത്സദ കുളക്കടവിൽ ജന്മന തളർവാദ രോഗിയായിരുന്ന തളർവാദ രോഗിയായിരുന്ന ഒരുവനെ സുഖപ്പെടുത്തിയതിനെ തുടർന്നുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈ 3 ദിവസങ്ങളായി നമ്മളത് കേൾക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഭയങ്കര സങ്കടത്തോടെയാണ് കാര്യങ്ങളൊക്കെ പറയുക. ഈശോയെ അങ്ങനെ കൂടെ ചേർത്ത് പിടിക്കാത്തതിനെക്കുറിച്ചാണ്. ഈശോയെ അവരങ്ങ് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. പിന്നീട് പറയുന്നത് ഈശോ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ, എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ തളർവാദ രോഗിയെ കുളക്കടവിൽ ഈശോ സുഖപ്പെടുത്തിയത് 38 വർഷം തളർവാദ രോഗിയായിരുന്നയാളെ. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികൾ കണ്ടിട്ട് വിശ്വസിക്കണം. ഇനി ഈശോ പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ. ഇപ്പം സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നു, തൻ്റെ പ്രവൃത്തികൾ അത് പറയുന്നു. പിന്നെ വിശുദ്ധ ലിഖിതം, അത് 5-ാമത്തെ വാക്യമാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്, വിശുദ്ധ ലിഖിതങ്ങൾ. ഇനിയും 3-ാമത്തെ കാര്യം പിതാവ്, അത് 43-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പിന്നീട് മോശ. ഇപ്പം സ്നാപക യോഹന്നാൻ, ഈശോ തന്നെ ചെയ്യുന്ന ജോലികൾ, വിശുദ്ധ ലിഖിതങ്ങൾ, പിതാവ്, പിന്നെ മോശ. അത് 46-ാമത്തെ വാക്യമാണ്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഇത്തരം കാരണങ്ങൾ റീസൺസ് നിരത്തേണ്ട കാര്യമുണ്ടോ? ദൈവപിതാവിന് നമ്മുടെ ഈശോയ്ക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതങ്ങ് വിശ്വസിച്ചാൽ, തമ്പുരാനങ്ങ് വിശ്വസിച്ചാൽ എത്ര സിമ്പിളാണ് കാര്യങ്ങൾ ഈശോയെ കൊണ്ട് പറയിപ്പിച്ചത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പനും അമ്മയെപ്പോലും ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ പെരുമാറ്റം സംഭവിക്കാറുണ്ട്. അപ്പനും അമ്മയെപ്പോലും ഞാൻ ആമുഖത്തിൽ പറയാൻ ശ്രമിച്ചില്ലേ, മക്കളാണെങ്കിൽ ചില അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നീ പൊക്കോ, നീ എന്നോട് മിണ്ടണ്ട, ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്. അതുപോലെ ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് മെലങ്കോളിക്കായിട്ടാണ്. എന്നാൽ അവൻ എഴുതിയവൻ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ 5-ാം അധ്യായം തുടങ്ങുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ടാണ്. 6-ാം അധ്യായം അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം. ഈശോ പിന്നെയും തൻ്റെ പ്രവൃത്തികൾ അങ്ങ് തുടരുന്നുണ്ട്. ദൈവം അങ്ങനെ നമ്മളെ വീണ്ടും നമുക്ക് അവസരം തരികയാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അത് പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 7-ാം വാക്യം. ഉടനെ താഴേക്ക് ചെല്ലുക, നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ ദുഷിച്ചിരിക്കുന്നു. മോശയോട് പറയാണ് നിന്റെ ജനം. ഇത് നമ്മൾ കുറച്ചങ്ങ് ധ്യാനിച്ചു കഴിഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം വാക്യം, അവിടെ ദൈവം തൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയാണ്. പുറപ്പാട് 3:9, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു, ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു, ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവയുടെ അടുക്കലേക്ക് അയക്കാം, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ, എൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ ഇന്നത്തെ വായനയിലെ 32-ാമത്തെ അധ്യായം പുറപ്പാട് 32:7 എത്തുമ്പോൾ മോശയോട് പറയാണ് നിന്റെ ജനം. ഈശോ അങ്ങ് വിട്ടുകളഞ്ഞ പോലെ, ദൈവം അങ്ങ് വിട്ടുകളഞ്ഞ പോലെ
നിന്റെ ജനം എന്ന് പറയാം. കാരണമുണ്ട്. 40 ദിനരാത്രങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവകൽപ്പന പ്രകാരം മലമുകളിലേക്ക് പോയ മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത്, അല്ല, മോശ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ താഴേക്ക് ചെല്ല്, നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പാപം ചെയ്തപ്പോൾ എൻ്റെ ജനമെന്നത് മാറിയത് കണ്ടോ? നിന്റെ ജനം ഒന്നായി. പാപം ചെയ്തപ്പോൾ എൻ്റെ ജനമെന്ന് മാറിയത് നിന്റെ ജനമായി. ദൈവം നിസ്സാരമാക്കിയൊരു വാക്ക് മാറ്റിയത് കണ്ടോ? പാപം ദൈവത്തിൽ നമ്മൾ അകറ്റും. ദൈവത്തിൽ നമ്മൾ മനഃപൂർവ്വം കുതറി മാറി ഓടിയിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു തരാനാണ്? എന്ത് ചെയ്തു തരും? എൻ്റെ മകനാണവൻ. ഒരാളെ മാത്രമേ ദൈവം അങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇല്ലേ? അതങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചു. ജ്ഞാനസ്നാന വേളയിലും താബോർ മലയിലെ രൂപാന്തരണ സമയത്തും നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പേര്, അല്ലേ, നിന്റെ ജനം എന്നായിപ്പോയി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് എന്താ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. യോഹന്നാൻ്റെ സുവിശേഷം 1:12 മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ മക്കൾ ആയി മാറിയവരാണ്. ദൈവത്തിൻ്റെ മക്കൾ, സ്വർഗരാജ്യത്തിന് അവകാശികൾ ആയി മാറിയവരാ. കുമ്പസാരം, കുർബാന സ്വീകരണം ഇതൊക്കെ തന്നു പരിപോഷിപ്പിച്ച് വളർത്തി. പക്ഷേ എവിടെയൊക്കെയോ പിന്നോട്ട് പോയി. നീ എൻ്റെ മകനല്ല എന്ന് പറയത്തക്ക വിധത്തിൽ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ദൈവം ചിന്തിക്കുന്ന വിധത്തിൽ, പ്രിയ ദൈവ പൈതലേ, നീ നിന്റെ ജീവിതം ദൈവത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ നീ വിലയിരുത്തേണ്ടതാണ്. പിന്നീട് 33-ാമത്തെ അധ്യായത്തിൽ കുറച്ച് അയവ് വരുന്നുണ്ട്. അതിന് കാരണം ഇങ്ങനെ മോശ ജനത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദൈവം മനസ്സ് മാറ്റി. അതാണ് നമ്മൾ ഇന്നത്തെ 1-ാം വായനയിൽ വായിച്ചു കേൾക്കുന്നത്. പക്ഷേ അങ്ങനെ മോശ ഇറങ്ങി വരുമ്പോൾ ദൈവത്തോട് ജനത്തിന് വേണ്ടി സംസാരിച്ച മോശ പോലും പ്രകോപിതനായി, കോപിച്ചു. മോശ വാദിച്ച മോശ 32-ാം അധ്യായം 11, 12, 13 വാക്യങ്ങളിൽ ജനത്തിന് വേണ്ടി സംസാരിച്ച മോശ 32-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ മോശയുടെ കോപം ആളിക്കത്തി എന്നാ പറയാം. അങ്ങനെ മോശ അവരുടെ ആ കാളക്കുട്ടിയെ, സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ അത് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പിന്നെ വീണ്ടും ജനത്തോട് ദൈവം കരുണ കാണിക്കാൻ ഇടവരുന്നത്, മോശയ്ക്കും വേണ്ടി ദൈവം മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് മോശയ്ക്ക് ദൈവസാന്നിധ്യം അറിയിച്ചപ്പോൾ ജനം കുമ്പിട്ടാരാധിച്ചപ്പോഴാണ് ദൈവം നിന്റെ ജനം എന്ന് പറഞ്ഞത് ജനം എന്ന് മാറ്റി പറയുന്നുണ്ട്. അത് 33-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. എൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്നത് നിന്റെ ജനമെന്ന് മാറി പിന്നെ വെറും ജനം എന്ന് പറയുന്നുണ്ട്. സ്വന്തമായി തീരാനായിട്ടുള്ള ചില നടപടികളിലൂടെ അവർ പോവുകയാണ്. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. എൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്നത് നിന്റെ ജനമായി, പിന്നെ നിന്റെ എന്ന് മാറ്റി ജനം എന്ന് പറയാൻ തുടങ്ങി. അതിന് കാരണം ജനം വീണ്ടും കുമ്പിട്ട് ആരാധിക്കാൻ തുടങ്ങി. അവരുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചു. അവരങ്ങനെ, ദൈവം പറയുന്നുണ്ട്, അത് 33-ാമത്തെ അധ്യായത്തിലാണ് 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരണില്ല. അങ്ങനെ പറഞ്ഞു ദൈവം, ഞാൻ നിങ്ങളുടെ കൂടെ വരണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജനം തങ്ങളുടെ നടപടികളിൽ മാറ്റം ഉണ്ടായത്. ഇല്ലേ, പല കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോഴാണ് എനിക്കെന്തോ കുഴപ്പമുണ്ട്, ദൈവത്തിന് ഞാൻ അകലെയാണ് എന്ന് തോന്നിയിട്ട് പലരും തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ ദൈവം തീരുമാനം മാറ്റുന്നൊരു സംഭവം യോന പ്രവാചകന്റെ പുസ്തകത്തിൽ അറിയാം. യോന 3-ാമത്തെ അധ്യായത്തിലാണ്. യോന നിനവേക്കാരോട് ചെന്നിട്ട് ഒരു സ്നേഹപ്രകടനങ്ങളൊന്നുമില്ല, ചെന്നിട്ട് പറയാണ് 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിക്കും. 40 ദിവസം കഴിയുമ്പോൾ നിനവെ, മക്കളെ ഞാൻ പറഞ്ഞ കേൾക്ക് മക്കളെ, ഒന്ന് ശ്രദ്ധിക്ക മക്കളെ. അങ്ങനെ ഒന്നുമില്ല, ഒരു സ്നേഹപ്രകടനങ്ങളുമില്ല, അനുനയിപ്പിച്ചുള്ള സംസാരമില്ല. കാര്യം നേരെ ചൊവ്വ അങ്ങ് നോക്കി പറയുകയാണ്. അപ്പം ജനം ഉടനെ, ചെറിയവരും വലിയവരും രാജാവും എല്ലാവരും ചേർന്ന് ചാക്കൊടുത്ത് ചാരം പൂശി ചാരത്തിലിരുന്ന് അവർ അനുതപിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്താൽ ദൈവം തൻ്റെ
ശിക്ഷയിൽ നിന്ന് നമ്മളെ പിൻവലിച്ചേക്കാം, ശിക്ഷ പിൻവലിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ അത് ചെയ്യുന്നത്. അപ്പോൾ ദൈവം മനസ്സ് മാറ്റുന്ന സംഭവം അത് യോനാ പ്രവാചകൻ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. അപ്പോൾ പ്രിയ ദൈവവൈതലേ, നമ്മളിങ്ങനെ അനുനയിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കുർബാനയൊക്കെ തന്ന് ഇങ്ങനെ കൊണ്ടു നടന്ന് വളർത്തി സഭയിലൂടെ വളർത്തി, എന്നിട്ടും പിന്നോക്കം പോയിട്ടും നമ്മുടെ അപ്പനമ്മമാർ പുറകെ നടന്ന് മക്കളെ, കുഞ്ഞെ, വാവേ, നീ വാട മക്കളെ എന്ന് പറഞ്ഞ് പുറകെ നടക്കുമെന്ന് വിചാരിക്കണ്ട. നീ ഇനി തിരിച്ചു വരണം, നീ തന്നെ തീരുമാനിക്കണം. ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞ്, അവന് കുരിശിൻ്റെ വഴി കൂടണം. കുരിശിൻ്റെ വഴി കൂടാൻ വേണ്ടി കുമ്പസാരിച്ചിട്ട് വരാമെന്ന് കരുതി കുമ്പസാരിക്കാൻ വന്നപ്പോൾ അവിടെ കുറേ ആളുകൾ നിൽക്കുന്ന കണ്ടു. അപ്പോൾ മലയാളം കുമ്പസാരത്തിലാണ് കുറേ ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അവനെന്ത് ചെയ്യും? അപ്പോൾ അവന് വേഗം കുരിശിൻ്റെ വഴിക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് അവൻ 13 വയസ്സുള്ള ആൾ, വേറെ അച്ഛൻ അവിടെ ഉണ്ട്, ഇംഗ്ലീഷിൽ, മലയാളിയല്ല, അപ്പോൾ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാം എന്നവൻ വിചാരിച്ചിട്ട് അവൻ അങ്ങനെ ചെന്നതാണ്. പക്ഷേ അവൻ ചോദിച്ചത്, അച്ഛാ മലയാളം അറിയോ എന്നിട്ട് ചോദിച്ചു. അപ്പോൾ അച്ഛന് മലയാളം അറിയില്ല, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഉടനെ മാറി. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഒരു 13 വയസ്സുള്ളൊരു കുഞ്ഞിന് ഭാഷ പ്രശ്നമല്ല, എനിക്ക് കുമ്പസാരിക്കണം. ഭാഷ പ്രശ്നമല്ല, എനിക്ക് കുമ്പസാരിക്കണം. അപ്പോൾ നമ്മളോ എത്ര എക്സ്ക്യൂസാണ് പറയുന്നത്? ഇല്ല, വിദേശത്തൊക്കെ പോകുന്നവർ, എനിക്ക് ഭാഷ അറിയില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിച്ച് കുമ്പസാരിക്കാൻ സാധിക്കും വേണമെങ്കിൽ. കാരണം ഈശോ മിശിഹായുടെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് തരുന്ന പ്രസാദവരത്തിന്, ദൈവത്തിൻ്റെ രക്ഷയ്ക്ക്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ പരിശ്രമിക്കും. നമുക്കിതിന് പ്രാധാന്യമില്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കില്ല. നമ്മൾ പരിശ്രമിക്കണം മക്കളെ. നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിന് ശ്രദ്ധ കൊടുക്കണം. ദൈവം നമ്മളെ മാറ്റി വിളിക്കരുത്. എൻ്റെ ജനം, എൻ്റെ പ്രിയ പൈതൽ എന്ന് പറയുന്നത് പോലെ നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. ഇങ്ങനെ ഈ ശിഷ്യന്മാർ പഴയ പണിക്ക് പോയി. ഈശോയുടെ മരണശേഷം അവർ മീൻ പിടിക്കാൻ പോയി. പക്ഷേ അവർ വേറെ ആരെയും ആരാധിക്കാൻ പോഞ്ഞത് കൊണ്ടാകാം, ഉദ്ധിതനായ ഈശോ തിരിച്ചു വന്നിട്ട് അവരെ വിളിക്കും, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ഇല്ല, പഴയ പണിക്ക് പോയവർ ദൈവത്തെ വിട്ടുപേക്ഷിച്ചു എന്നർത്ഥമില്ല, അവർ മറ്റു ആരാധനയ്ക്ക് പോയി എന്നർത്ഥമില്ല. അവർ ദൈവത്തിൻ്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? നമുക്ക് കർത്താവിനെ വിടരുത് മക്കളെ. കർത്താവിൻ്റെ കൂടെ നിൽക്കാം. കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കർത്താവ് തന്നോട് തന്നെ നമ്മളെ ചേർത്ത് നിർത്തും. മക്കളെപ്പോലെ അനുഗ്രഹിക്കും. മക്കളെങ്കിൽ അവകാശികളുമാണ്, നമുക്ക് അവകാശം എടുത്തു തരും. ഈ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് ഇസ്രായേൽ ജനത്തെ അവരെ കുമ്പിട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവരെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹം വിതറട്ടെ. ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് നൽകട്ടെ. ജോലി ലഭിക്കട്ടെ, കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ, കടബാധ്യത മാറട്ടെ, ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടട്ടെ. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ അനുഗ്രഹമായി വന്ന് ഭവിക്കട്ടെ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസ്തവം മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. സർവശക്തനായ ദൈവമേ, സമർപ്പിക്കപ്പെട്ട ഈ ബലിയുടെ കാഴ്ച വസ്തു ഞങ്ങളുടെ ബലഹീനതയെ എല്ലാ തിന്മകളിൽ നിന്നും നിരന്തരം ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യരുമാം. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും
ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് ഞാൻ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങ് ഇടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ കനിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ കനിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എൺകളിൽ സമാധാനം നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കുമ്പസാരിച്ച് ഒരുങ്ങിയ കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാന നാവുകളിൽ സ്വീകരിക്കുക. മറ്റ് മതസ്ഥരോ മറ്റു ഡിനോമിനേഷൻസ് എന്നുള്ളവരോ ദയവ് ചെയ്ത പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുശരീരം എന്ന് പറഞ്ഞ് കുർബാന നിങ്ങളുടെ മുന്നിലേക്ക് നീട്ടുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ്
കുർബാന സ്വീകരിക്കുന്നത് ഉചിതമാണ്. നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. മറ്റുള്ളവർ ഈ സമയം നിശബ്ദതയിൽ പ്രാർത്ഥനയിലായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച കൂദാശകൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അങ്ങേ ദാസരെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിതരാക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കുറ്റബോധം നിമിത്തം ഞെരുങ്ങുന്നവർ സ്വർഗീയ ഔഷധത്തിൻ്റെ സമ്പൂർണതയാൽ മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കൈലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ അവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.